ഹായ്, ഇത് നമ്മുടെ ബഗ് ബൗണ്ടി വീഡിയോ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഇതിൽ ഒരു ഹണ്ടിങ് ടൈപ്പ് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം ഓർത്തത്. ബട്ട് അടുത്തിടെ എനിക്കൊരു DM വന്നു. വെബ് CTFs കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കി. അത് വെച്ച് ബഗ് ബൗണ്ടി ചെയ്യാൻ നോക്കിയപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല എന്ന്. സോ ഈ വീഡിയോയിൽ ബഗ് ബൗണ്ടി സ്പെസിഫിക് ട്രെയിനിങ് കിട്ടുന്ന ചാലഞ്ചസ് ഏതാണെന്നും കുറച്ച് റിസോഴ്സസും പിന്നെ CTFും ബഗ് ബൗണ്ടിയും തമ്മിൽ എന്താണ് മൈൻഡ് സെറ്റിൽ വേണ്ട വ്യത്യാസം എന്നുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സീരീസിലെ പാർട്ട് 1 ഞാനൊരു സ്പെസിഫിക് മെത്തേഡ് പറഞ്ഞായിരുന്നു എങ്ങനെ ഹണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു ബഗ് ടൈപ്പ് എടുത്തുകൊണ്ട്. സോ ഇനി വരുന്ന പാർട്ടുകളിൽ നമുക്ക് ഒരു ബഗ് ടൈപ്പ് വെച്ച് അതിൻ്റെ റിലേറ്റഡ് ഫങ്ഷനാലിറ്റീസ് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഹണ്ട് ചെയ്യാന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. CTF വേഴ്സസ് ബഗ് ബൗണ്ടി. ഈ രണ്ട് കാര്യത്തിലും രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റാണ് വേണ്ടത്. ലൈക്ക് CTFന് ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം അതിൻ്റെ അകത്തൊരു ബഗ് ഉണ്ട്, അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലാഗ് കിട്ടും എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഒരുവിധം ചലഞ്ചസിൽ എന്താണ് ആ ബഗ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും അതിന് സൊല്യൂഷൻസും ഉണ്ട്. പക്ഷേ ബഗ് ബൗണ്ടിയുടെ കേസിൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ബഗ് ഉണ്ടോ എന്ന് ഉറപ്പില്ല. അവിടെ ഒരു ബഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമ്മളൊരു 3-4 മണിക്കൂർ ഒരേ ടാർഗറ്റിൽ തന്നെ ട്രൈ ചെയ്തിട്ടും ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ബേൺ ഔട്ടായിട്ട് നിർത്തിയിട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പിന്നെ CTFൽ അറ്റ് ദി എൻഡ് നമ്മളൊരു ഫ്ലാഗ് സബ്മിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ബഗ് ബൗണ്ടിയുടെ കേസിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു റിപ്പോർട്ട് എഴുതാൻ പറ്റണം. ഇപ്പം നമ്മളൊരു ബഗ് കണ്ടുപിടിച്ചാലും അത് പ്രോപ്പറായിട്ട് ആ കമ്പനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരതൊരു ബഗ്ഗായിട്ട് കണക്കാക്കത്തില്ല, അല്ലെങ്കിൽ സിവിയറിറ്റി കുറഞ്ഞു പോകും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ലെവൽ ബഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു മീഡിയം ലെവൽ ബഗ്ഗൊക്കെ ആയിട്ട് കണ്ട് ചിലപ്പോൾ ഒരു $2000 ബൗണ്ടി ഒരു $200 വല്ലതും കുറഞ്ഞു പോകും. സോ ഈ വീഡിയോയിൽ ബഗ് ബൗണ്ടി സ്പെസിഫിക് ആയിട്ട് ഉള്ള സ്കിൽസ് പഠിക്കാനുള്ള ചലഞ്ചസും പിന്നെ എങ്ങനെയാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പഠിക്കാനുള്ള ചില റിസോഴ്സുമാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ 4 വെബ്സൈറ്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് വൺ സെനോസ് പ്ലേഗ്രൗണ്ട്. ഇതിൽ 15+ യൂണീക്ക് വൾണറബിലിറ്റീസ് ഉണ്ട്. സോ ഈ സൈറ്റിൽ സ്കാനിങ് ഒന്നുമല്ല ചെയ്യേണ്ടത്, മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും ബോട്ടം സെക്ഷനിലൊരു ഗ്രീൻ ബോക്സ് ഉണ്ട്, അതിൽ വിസിറ്റ് ഫാസ്റ്റ് ഫുഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. എന്നിട്ട് അതിൽ ഓരോരോ ഫങ്ഷനാലിറ്റി കൂടെ കടന്നു പോവുക. ഇപ്പോൾ നമ്മുടെ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ എടുത്ത് നമുക്ക് ഇപ്പോൾ ഒതൻറ്റിക്കേഷൻ ബൈപ്പാസ് ചെയ്യാൻ നോക്കാം. SQL ഇഞ്ചക്ഷൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കാം. അങ്ങനെ 1 by 1 അതിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റിയും ടെസ്റ്റ് ചെയ്ത് ആ ബഗ് എല്ലാം അൺകവർ ചെയ്യുക. ഇതിൽ നിന്ന് കുറേ പ്രാക്ടിക്കൽ നോളജ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒന്നും ഹണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിൽ എന്തൊക്കെ ബഗ്ഗാണ് ഇതിലുള്ളതെന്ന് ഒരു സൊല്യൂഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ഇതെല്ലാം സോൾവ് ചെയ്യാൻ നോക്കാം. ബട്ട് മാക്സിമം അത് നോക്കാതെ നിങ്ങൾ തന്നെ മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീ വെബ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിൽ ഇപ്പോൾ XSS അല്ലെങ്കിൽ ഓപ്പൺ റീഡക്ടർ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് ആ ലാബ് സോൾവ് ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് ബഗ്ഗിനെ പറ്റി കുറച്ചും കൂടെ പഠിക്കും. അതിൽ ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് എവിടെയായിരിക്കും ഇത് കാണാൻ ചാൻസ് എന്ന് പറഞ്ഞ്. ഇതൊക്കെ ഒരു നോർമൽ CTFനേക്കാളും കുറച്ചും കൂടെ ബഗ് ബൗണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ രണ്ടാമത്തെ വെബ്സൈറ്റാണ് ഡോജോ ചലഞ്ച്. SVHack ഡോജോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സൈറ്റ് നിങ്ങളുടെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസും കൂടി ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഇതിലെ ചാലഞ്ചസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് ഒരു റിപ്പോർട്ട് എഴുതിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കുറേ എണ്ണം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. പിന്നെ ഇത് സോൾവ് ചെയ്യും തോറും പ്രൈവറ്റ് ഇൻവൈറ്റ്സും കിട്ടും SVHack എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അത് HackerOne പോലെ വേറൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലൊരു സെക്ഷനും കൂടെ ഉണ്ട്, ലേൺ. അതിൽ നമുക്ക് വെബ് വൾണറബിലിറ്റീസും പിന്നെ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ബൈപ്പാസ് ചെയ്യുന്ന ടൈപ്പ് ലെവൽ ചാലഞ്ചസ് ഉണ്ട്. സോ അത് കുറച്ചും കൂടെ ഇൻഡെപ്ത് നോളജ് തരും ഓരോരോ ബഗ് ടൈപ്പുകളെ കുറിച്ചും. ഇനി നമ്മുടെ അടുത്ത സൈറ്റുകൾ റിപ്പോർട്ടുകളെ കുറിച്ചാണ്. ലൈക്ക് റിയൽ വേൾഡ് ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിലെ ബ്ലോഗുകൾ, റിപ്പോർട്ടുകൾ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന 2 വെബ്സൈറ്റുകളാണ്. സോ ഇത് നമുക്ക് കുറേ പ്രാക്ടിക്കൽ നോളജ് തരും. എങ്ങനെയാണ് ഇപ്പോഴത്തെ വെബ്സൈറ്റുകളുടെ ഡിഫൻസ് വർക്കാവുന്നത്, എങ്ങനെയാണ് ഇവർ XSS ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് റിയൽ ഹാക്കേഴ്സ് ബൈപ്പാസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബഗ് ടൈപ്പ് സെർച്ച് ചെയ്യുക, ഇപ്പോൾ ഞാൻ HTTP റിക്വസ്റ്റ് സ്മഗ്ലിംഗ് സെർച്ച് ചെയ്തു, അത് റിലേറ്റഡ് ബ്ലോഗും പിന്നെ റിപ്പോർട്ടുകളും നമുക്ക് ഓരോന്നോരോന്നെടുത്ത് വായിക്കാം. അടുത്ത സൈറ്റ് HackerOneൻ്റെ ഹാക്ടിവിറ്റി. സോ അതിൽ ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ബഗ് റിപ്പോർട്ട്സ് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റൂ.
ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത ബഗ്ഗുകളാണ് കാണിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ടോപ്പിലെ കണ്ട 23 hours ago എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിലൊരു ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ വൾണറബിലിറ്റി ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ലൈക്ക് എക്സസ് ആണെങ്കിൽ അത് റിലേറ്റഡ് എന്തൊക്കെ റിപ്പോർട്ട് അടുത്തിടെ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ആ ടാർഗറ്റ്സ് എന്നൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ സ്പെസിഫിക് ടാർഗറ്റിന് എന്തൊക്കെ ബഗ് വന്നിട്ടുണ്ടെന്ന് ടാർഗറ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ലിങ്ക്ഡിനാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ലിങ്ക്ഡിനിൽ ഇപ്പോൾ അടുത്തിടെയൊക്കെ റിപ്പോർട്ട് ചെയ്ത ബഗ്ഗുകൾ ഏതൊക്കെയാണ്, നേരത്തെ റിപ്പോർട്ട് ചെയ്ത ബഗ് ഏതൊക്കെയാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി പാർട്ട് 3 ആയിട്ട് കാണാം. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. പിന്നെ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.